പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി തുടങ്ങിയത് ആ ഒരു ആവേശത്തിൽ ഒട്ടും കുറയാത്ത രൂപത്തിലാണ് ഇപ്പോൾ ഫൈനൽ ലാപ്പിലേക്ക് ഞങ്ങൾ പോകുന്നത്. 100% കോൺഫിഡൻ്റ് ആണ് ഞങ്ങൾ. UDF പേരാമ്പ്ര നിയോജക മണ്ഡലം തിരിച്ച് പിടിക്കുമെന്നുള്ളതിൽ സംശയം വേണ്ട. പല വിധത്തിലുള്ള കുപ്രചരണങ്ങളും ഈ പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുന്നുണ്ട്. അതിനൊക്കെ എങ്ങനെയാണ് UDF കുപ്രചരണങ്ങൾ സ്ഥിരമായിട്ട് ഒരു ഇടതുപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരു കാര്യമാണ്. അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആ രൂപത്തിലുള്ളതാണ്. അതൊന്നും ഈ പേരാമ്പ്രയുടെ മണ്ണിൽ ഏൽക്കില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയാൽ മതി. അതിവിടുത്തെ ആളുകളെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ. വളരെ ഉന്നത ജനാധിപത്യ ബോധം പുലർത്തുന്ന ആളുകളാണ് ഈ മണ്ണിലുള്ളത്. അതുകൊണ്ട് അതൊന്നും ഞാനൊരു ഗൗരവമായിട്ടുള്ള കാര്യമായിട്ട് എടുക്കുന്നില്ല. മറുപടിയൊക്കെ ഇന്നലെ കൊടുത്തല്ലോ, മറുപടി കൊടുത്തു. അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഇത് ഇവിടെ നിന്നാണ് തുടങ്ങിയത് എന്നുള്ളത്. മാത്രമല്ല ഇത്തരത്തിലൊരു കമ്മ്യൂണൽ ഹേറ്റ്രഡ് ഉണ്ടാക്കുന്ന അനൗൺസ്മെൻറ്റ് വരുമ്പോൾ അതിന് മറുപടി പറയുന്നത് ഞാനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര വിരോധാഭാസമായിട്ടുള്ള കാര്യമാണ്. ഒരു അനൗൺസ്മെൻറ്റ് വരുന്നു, ഞങ്ങൾ പരാതി കൊടുക്കുന്നു, അതിനുശേഷം 3-4 ദിവസം ഇതിനെതിരെ സംസാരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ല ഇപ്പോൾ സംസാരിക്കേണ്ടത്. സ്ഥാനാർത്ഥി എന്നുള്ള രൂപത്തിൽ ഈ നാട്ടിലുള്ള വികസന മുരടിപ്പിനെ കുറിച്ച് സംസാരിക്കുക തന്നെ ചെയ്യും. അതിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു രൂപത്തിലുള്ള പ്രചരണത്തിന് പിന്നാലെ പോകാൻ എന്തായാലും ഞാൻ താൽക്കാലികമായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ആളുകൾ തീർച്ചയായിട്ടും ഇത് ചർച്ച ചെയ്യും, അത് വിലയിരുത്തും. അതിൽ ഇവരുദ്ദേശിക്കുന്ന രൂപത്തിലുള്ള പ്രചരണം ഈ നാടിനെ കീറി മുറിക്കുന്നതിന് തുല്യമാണ്. അത് അവർ തിരിച്ചറിഞ്ഞാൽ മതി. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെയുള്ള MLAയും മന്ത്രിയായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ് അദ്ദേഹത്തിന് ഈ ജനങ്ങളെ അറിയേണ്ടതല്ലേ, അവരെ വിശ്വാസത്തിലെടുക്കേണ്ടതല്ലേ. നേരെ മറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പം അത് എത്രമാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു സാംസ്കാരിക മുന്നിൽ നിൽക്കുന്ന ഒരു നാടിനെ വ്രണപ്പെടുത്തുന്നത് എന്ന് അവർ തിരിച്ചറിയണ്ടേ. കോഴിക്കോട് സ്ഥാനാർത്ഥിയാണ് താങ്കൾ ഇതിന് നോമിനിയാണെന്ന് പറഞ്ഞത്, ജമാഅത്ത് നോമിനിയാണെന്ന് പറഞ്ഞത്. ഇപ്പം CPM അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവർ ഇപ്പം പറയുന്നത് CPM നോമിനി. അതെ, ഇവർ ഉറച്ചു നിൽക്കുന്നതും ഉറച്ചു നിൽക്കാത്തതും ഒന്നും എൻ്റെ പ്രശ്നമല്ല. ആളുകൾക്ക് അത് ഏറ്റെടുക്കാൻ ആരും തയ്യാറായിട്ടില്ല. ഇതിനൊരുപാട് തവണ ഞാൻ മറുപടി പറഞ്ഞതാണ്. ഇനി ആ വിഷയത്തിൽ മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കാര്യത്തിൽ ഞാനത് ക്ലോസ് ചെയ്തതാണ്. അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കാണ്, അത് അവർ തെളിയിക്കട്ടെ. അതെ, എന്തെങ്കിലും കാര്യമായിട്ടുള്ള കാതലായിട്ടുള്ള കാര്യം അവർ പറയട്ടെ. ഞാൻ നിങ്ങളോട് ആദ്യം ഇവിടെ ഇറങ്ങിയപ്പോൾ മുതൽ നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് അങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നവർ അത് പ്രൂവ് ചെയ്യട്ടെ. അത് പ്രൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തീരുമാനം ഞാൻ എടുക്കാമെന്ന് അന്നേ പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പം വീണ്ടും അത് പറയുന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം പറയാനില്ല എന്നുള്ളതാണ്. 100% വികസന മുരടിപ്പാണ് ഇവിടെ ചർച്ചയാവേണ്ടത്. വികസനം എന്താ ഉള്ളത്? ഇവർ ഈ പറയുന്ന 1950 അല്ലേ, ആ 50 എവിടെയുള്ളത്? ഓരോ മണ്ഡലത്തിലേക്കും അങ്ങനെ നോക്കുമ്പോൾ 195 കോടി കൊടുക്കണം. ആ 195 ഓരോ പഞ്ചായത്തിലേക്കും ആ 195 കോടി ഒരു പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്തൊക്കെ എന്താവുമായിരുന്നു? എല്ലാം ഫ്ലെക്സിൽ ഒതുങ്ങിയതല്ലേ. ഇവിടെയുള്ള വിദ്യാർത്ഥികൾ അതിനോട് പ്രതികരിക്കുന്നുണ്ട്, ഇവിടെയുള്ള സാധാരണക്കാർ അതിനോട് പ്രതികരിക്കുന്നുണ്ട്, അമ്മമാർ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അതിൽ പൊള്ളലേറ്റിട്ട് ഇത്തരത്തിലുള്ള വാദങ്ങളുമായിട്ട് വന്നാൽ ആ വാദങ്ങൾക്ക് പിന്നാലെ ഞങ്ങൾ പോകുമെന്നുള്ളത് ആരും കരുതണ്ട. അത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതെ, തീർച്ചയായിട്ടും ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി ഇവിടെയുള്ള ജനങ്ങൾ നൽകും. അവർക്ക് ശരിയും തെറ്റും നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റും. സ്ഥാനാർത്ഥി മാത്രമല്ല, റഷീദ് ഉൾപ്പെടെ ജമാഅത്തിന്റെ നോമിനിയാണോ എന്ന് ചോദിക്കുക താങ്കൾക്കെതിരെ വലിയ രീതിയിൽ ഈ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ ഇറങ്ങിയത് മുതൽ നിങ്ങൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്നോടൊന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ ചോദിക്കുക എന്നോട് ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കൊണ്ടുവരുന്നതിന് എന്തായി നിങ്ങൾ ചോദിക്കും, ഞാൻ മറുപടി പറയാം. ഇവിടെ ജിമ്മി സ്റ്റേഡിയം ഉണ്ട്, എന്തായി കാര്യം നിങ്ങൾ ചോദിക്കുക, പറയാം. താലൂക്ക് എന്നുള്ള ആവശ്യം ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു എത്ര കാലമായി സമരം ചെയ്യുന്നു, അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കും, ഞാൻ മറുപടി പറയാം. താലൂക്ക് ഹോസ്പിറ്റലിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കും, ഞാൻ പറഞ്ഞല്ലോ. ആ കാര്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അവസാനം വരെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇത് തന്നെ പറഞ്ഞിരിക്കലല്ലോ, അതിന് സമയാസമയം മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ്.